എക്സലിലെ ഈ ഹോം ടാബിലെ ബാക്കി കൂടി എടുക്കാം. ഇനി നമുക്ക് ഈ ഹോം ടാബിൽ നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അപ്പൊ എന്താണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്, കുറച്ച് ഡാറ്റാസ് ടൈപ്പ് ചെയ്യാണ്. ആ ഡാറ്റാസിനെ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും കണ്ടീഷന്റെ ബേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ചെറിയൊരു ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്യാണ് 10, 20, 30. അതിനെ ഞാൻ എന്താക്കി ഓട്ടോ ഫിൽ ചെയ്ത് അതേപോലെ ഇവിടെ 1, 2 അതിന് ഞാൻ ഇതേപോലെ ഫില്ലാക്കി. ഇപ്പൊ എനിക്ക് എന്തുണ്ട്, എൻ്റെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ഇൻ കേസ് എനിക്കൊരു 50 ഈ ഡാറ്റാസിൽ 50 കൂടുതലുള്ള എല്ലാ സംഖ്യകളും എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. നോട്ടുകൾ 50 കൂടുതലുള്ള എല്ലാ ഡാറ്റാസും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത് ഉപയോഗിക്കാം, കണ്ടീഷൻ ഫോർമാറ്റിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് ഫുൾ അങ്ങ് സെലക്ട് ചെയ്യാം. ശേഷം ഈ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കാം. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൈലൈറ്റ് സെൽ റൂൾസ്, എന്തെങ്കിലും റൂൾസ് വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിൽ ഒരു റൂൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് എബോവ് 50 എന്നുള്ളതാണ് നമ്മുടെ ഇതിലെ റൂൾ. അതിന് റൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം റൂൾസ്, ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കുറവുള്ളത്, ഏറ്റവും വലിയ 10 സംഖ്യകൾ, ഏറ്റവും ചെറിയ 10 സംഖ്യകൾ, അങ്ങനെ ഒരു രീതി വെച്ചിട്ടോ നമുക്ക് ഈ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഹൈലൈറ്റ് സെൽ റൂൾ എന്നുള്ളത് ഇവിടെ കണ്ടോ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഡേറ്റ് ഒക്രോയിങ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഗ്രേറ്റർ ദാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സംഖ്യയേക്കാൾ കൂടുതലുള്ള വാല്യൂസ് ഒക്കെ എന്താവും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഖ്യയേക്കാൾ കുറവുള്ള വാല്യൂസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ബിറ്റ്വീൻ പറയുമ്പോൾ നമ്മൾ 2 സംഖ്യകൾ കൊടുക്കും, അതിനിടയിലുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ കാൽക്കുലേഷൻസ് ഒന്നും അവിടെ നടക്കില്ല. അതേപോലെ ഈക്വൽ ടു പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സാക്ട് നമ്പേഴ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ടെക്സ്റ്റ് ആയിട്ട് കണ്ടെയ്ൻസ് പറഞ്ഞാൽ ഈ മേലെ 4 നമ്പേഴ്സ് ആയിരുന്നു. നമുക്ക് ഇൻ കേസ് ഒരു ടെക്സ്റ്റിനെ, ഏതെങ്കിലും പർട്ടിക്കുലർ ടെക്സ്റ്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കലാണ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് പറഞ്ഞ് ഉപയോഗിക്കാം. അതേപോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ഡേറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അതേപോലെ ഒരേ വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. കണ്ടോ, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചപ്പോൾ 10 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അതേപോലെ ഗ്രേറ്റർ ദാൻ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, എത്രന് മുകളിലാണ്, 50 എന്ന് കൊടുത്തു. അപ്പൊ 50 മുകളിലുള്ള എല്ലാ സംഖ്യകളും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ലെസ് ദാൻ കൊടുക്കാം, 5 കുറവുള്ളത്. ഇപ്പൊ 5 കുറവുള്ളതൊക്കെ എന്താവും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതേപോലെ ഹൈലൈറ്റ് ഏത് കളറിലാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്നത് നമുക്ക് എന്താക്കാം, ഇവിടെ ചൂസ് ചെയ്യാം. വിത്ത് ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് എന്നുണ്ടാവും. അത് നമുക്ക് മാറ്റിയിട്ട് ഈ കസ്റ്റം ഫോർമാറ്റ് എടുക്കാം. ഈ കസ്റ്റം ഫോർമാറ്റിൽ അതിന്റെ ഫോണ്ട് എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത്, ഫോണ്ടിന്റെ കളർ എന്താണ് വരേണ്ടത്, അതേപോലെ അതിന്റെ ബോർഡറിന്റെ കളർ എന്താണ് വരേണ്ടത്, അതിന്റെ ഫിൽ കളർ എന്താണ് വരേണ്ടത്, സെല്ലിന്റെ ഫിൽ കളർ എന്താണ് വരേണ്ടത്. അപ്പൊ ഈ 3 കളേഴ്സ് നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ആ നമ്പേഴ്സിന്റെ കളർ എങ്ങനെയാണ്, ഫോർമാറ്റ് എങ്ങനെയാണ് വരേണ്ടത്, ഇത് 3 നമുക്ക് എന്താക്കാം സെപ്പറേറ്റ് ചൂസ് ചെയ്ത് വെക്കാം. എങ്ങനെ ഫോണ്ടിന്റെ കളർ ഏത് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ബോർഡർ ഏത് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അതേപോലെ ഫില്ല് ഏത് കളറിലാണ് വേണ്ടത്, നമുക്ക് എന്താവും അത് പ്രകാരമായിരിക്കും ഇവിടെ ആ ടെക്സ്റ്റ് ഹൈലൈറ്റിങ് നടക്കുക. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഏത് റൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു പറഞ്ഞാൽ ഏത് റൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ ടോപ്പ് ബോട്ടം റൂൾസ് പറയുമ്പോൾ ഏറ്റവും കൂടിയ, ഏറ്റവും ഹൈ ആയിട്ടുള്ള 10 വാല്യൂസും അതേപോലെ ഏറ്റവും ലോ ആയിട്ടുള്ള 10 വാല്യൂസും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇതേപോലെ ഒരു മറ്റൊരു ഓപ്ഷൻ ആണ് ഡാറ്റാബേസ്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ഓപ്ഷൻസ് ആണ്. ഡാറ്റാബേസ് പറഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസിന്റെ ഡിഫറൻസ് അനുസരിച്ച് 10, 20, 30 വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ഈ സെല്ലിനകത്ത് തന്നെ ചെറിയൊരു ബാർ കൊണ്ടുവരാനാണ് ഇത് ഉപയോഗിക്കാം. ഈ ഡാറ്റാ ബാർ പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പൊ ഏറ്റവും വലിയ വാല്യൂവിന് ഏറ്റവും വലിയ ബാർ ഉണ്ടാവും, ഏറ്റവും ചെറിയ വാല്യൂവിന് ഏറ്റവും ചെറിയ ബാർ ഉണ്ടാവും. ഇത് തന്നെയാണ് എന്ത്, ഈ കളർ സ്കെയിലും.
വാല്യൂസിന്റെ ഡിഫറൻസ് അനുസരിച്ച് എന്താക്കാം, അതിനെ ഒരു കളർ കോഡ് കൊടുക്കാം. അതേപോലെ അതെന്താക്കാം, വാല്യൂസിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഒരു ഐക്കൺ സെറ്റിൽ കാണിക്കാം. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക ഹൈലൈറ്റ് സെൽ റൂൾസ് ആണ്, ഈ ഗ്രേറ്റർ ദാൻ ലെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വേറെ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല, എന്നാലും അറിഞ്ഞിരിക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഫോർമാറ്റിംഗ് കൊടുത്തു, ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിംഗ് കൊടുത്തു. ആ ഫോർമാറ്റിനെ ക്ലിയർ ചെയ്യാൻ നമുക്ക് നേരെ എങ്ങോട്ടാ പോകേണ്ടത്? ഇവിടെ ഈ ക്ലിയർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഈ ക്ലിയറിൽ പോയിട്ട് ക്ലിയർ ഫോർമാറ്റ്സ് കൊടുത്താൽ മതി. ക്ലിയറിൽ ക്ലിയർ ഫോർമാറ്റ്സ് എന്നുണ്ടാവും, അത് കൊടുത്താൽ എന്താവുള്ളൂ, ഫോർമാറ്റ്സ് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും സംഖ്യകൾ ഒഴിവാക്കി എന്നുള്ളതുകൊണ്ട് മാത്രം എന്താവില്ല, അവിടെ ഫോർമാറ്റിംഗ് പോവില്ല. നമ്മൾ വേറെ എന്ത് ടൈപ്പ് ചെയ്താലും അവിടെ ആ ഫോർമാറ്റിംഗ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഫോർമാറ്റ് പോകണമെങ്കിൽ നേരെ എന്ത് ചെയ്യണം, ഈ ക്ലിയറിൽ പോയിട്ട് ക്ലിയർ ഫോർമാറ്റ്സ് കൊടുക്കണം. അതേപോലെ നമുക്കൊരു ഡാറ്റ കിട്ടി. നമ്മുടെ ഡാറ്റയെ ഒരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക. നമ്മുടെ ഡാറ്റയെ ഒരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഫോർമാറ്റ് ആസ് ടേബിൾ പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഹെഡർ റോ അതേപോലെ റോ കാര്യങ്ങളൊക്കെ വരും, അല്ലാതെ കാര്യമായിട്ടൊന്നും അതിലില്ല. ജസ്റ്റ് നമ്മൾ ഏതിപ്പോ ടേബിൾ സ്റ്റൈലാണോ വേണ്ടത് വെച്ചാൽ ആ ടേബിൾ സ്റ്റൈൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എടുത്തുണ്ടാവും ഇതൊരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു ഹെഡർ റോ വരും, ഹെഡിങ്സ് കൊടുക്കാൻ, ഓരോ കോളത്തിനും ഹെഡിങ്സ് കൊടുക്കാൻ ഒരു റോ വരും. അതേപോലെ ഇതിനൊരു ഫിൽട്ടർ ഓപ്ഷനും വരും. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ നമ്മൾ ഫിൽട്ടർ എന്നാണ് കേട്ടോ പറയാം. ഈ ഫിൽട്ടർ എന്തിനാ വെച്ചാൽ നമ്മുടെ ടേബിളിലെ എല്ലാ വാല്യൂസും കാണണോ അല്ല പർട്ടിക്കുലർ വാല്യൂസ് മാത്രം കണ്ടാൽ മതിയോ. നമുക്ക് ഇതിൽ ഏതൊക്കെയാണോ ഷോൺ ചെയ്യേണ്ടത് അത് മാത്രം ടിക്ക് ചെയ്യാം. ബാക്കിയൊക്കെ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ അത് മാത്രം ഷോൺ ചെയ്യും. ബാക്കിയൊക്കെ ഹൈഡ് ആയിട്ട് പോകും, ഹൈഡ് ചെയ്ത് പോകും. എന്താ, ഡിലീറ്റ് ആയി പോകുന്നില്ല. നമുക്ക് വീണ്ടും അത് കിട്ടണമെങ്കിൽ ആ ഫിൽട്ടർ ഓപ്ഷൻ നിൽക്കാം, വീണ്ടും സെലക്ട് ആൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, അപ്പൊ ഫുള്ള് വരും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചൂസ് ചെയ്യാനും ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഫിൽട്ടർ. ഈ ഫിൽട്ടർ എപ്പോൾ വരും? നമ്മളൊരു കണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു വാല്യൂസിനെ ഒരു ടേബിൾ ആക്കി കൺവേർട്ട് ചെയ്താൽ ആ ഹെഡർ റോയിൽ ആ ഫിൽട്ടർ ഓപ്ഷൻ കൂടി വരും. ഇതേപോലെ മറ്റൊന്നാണ് എന്ത്, സെല്ല് സ്റ്റൈൽസ്. നമ്മൾ ഈ കണ്ടീഷൻ ഫോർമാറ്റ് പറഞ്ഞ പോലെ തന്നെ ഓരോ സെല്ലിനും എന്താക്കുക, ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ കൊടുക്കുക. നോർമലി ബാഡ് ഇങ്ങനെ ഒരു കളർ തീമോ അല്ലെങ്കിൽ ഈ ഹെഡിങ് സ്റ്റൈലോ ഇത് ഏതെങ്കിലും എന്താ ഒരു സ്റ്റൈൽ നമുക്ക് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ ഇതിൽ. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇൻസേർഷൻ അതേപോലെ ഡിലീഷൻ. നമുക്കൊരു റോ ഇൻസേർട്ട് ചെയ്യുക അതേപോലെ കോളം ഇൻസേർട്ട് ചെയ്യുക, അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇത്. നമുക്ക് ഈ റോയോ കോളോ ഇൻസേർട്ട് ചെയ്യാനും ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ പോയിട്ട് എന്താക്കാം, ഇൻസേർട്ട് ഷീറ്റ്, റോ ഇൻസേർട്ട് കോളം ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് നല്ലത്, ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് എവിടെയാണോ ഒരു റോ വേണ്ടത്, നമുക്കൊരു റോ ആണ് വേണ്ടെങ്കിൽ ഇപ്പൊ ഈ 20ന്റെയും 40ന്റെയും ഇടയിൽ എനിക്ക് എന്ത് വേണം, ഒരു റോ വേണം. അങ്ങനെ വരുമ്പോ താഴത്തെ റോ സെലക്ട് ചെയ്യാം. ഇതിന്റെ ഇടയിലാണോ വേണ്ടത് അതിൽ താഴത്തെ റോ, അഥവാ 40ന്റെ ഈ റോ അങ്ങനെ റോയിന്റെ നേരെ അതിന്റെ നമ്പർ, റോ നമ്പർ നിൽക്കുന്നിടത്ത് ഞാൻ കർസർ കൊണ്ടുപോയി അവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിലുണ്ടാവും ഇൻസേർട്ട് പറഞ്ഞ ഓപ്ഷൻ. ജസ്റ്റ് ഇൻസേർട്ട് കൊടുത്താൽ എന്താവും, അതിന്റെ ഇടയിൽ റോ ഇൻസേർട്ട് ആവും. ഇതേപോലെ തന്നെ നമ്മൾ കോളം ഹെഡിങ്സിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ കൊടുത്താൽ അവിടെ എന്തുണ്ടാവും, ഇൻസേർട്ട് ഉണ്ടാവും. അവിടെ ഇൻസേർട്ട് കൊടുത്താൽ കോളവും ഇൻസേർട്ട് ആവും. ഈ ഒരു രീതിയിൽ വെച്ച് നമുക്ക് എന്താക്കും, ഇൻ കേസ് നമ്മളിപ്പോ പേജിലായിട്ടുള്ള ഫോർമുലാസിലൊക്കെ പോയി നിൽക്കുമ്പോഴും പെട്ടെന്ന് നമുക്ക് ഒരു റോ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോളം ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് റോ നമ്പർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് കൊടുക്കാം. കോളം നമ്പർ പോയി ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും, കോളംസും റോസും ഇൻസേർട്ട് ആവും. ഇതേ ഒരു മെത്തേഡിൽ നമുക്ക് എന്താക്കാം, കോളംസും റോസും ഡിലീറ്റും ചെയ്യാം. ഇപ്പൊ എനിക്ക് ഈ 7 പറഞ്ഞ റോ എനിക്ക് എന്താണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ കൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അവിടെ ഉണ്ടാവും ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ, ഡിലീറ്റ് കൊടുത്താൽ മതി. കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കാം, ഡിലീറ്റ് ആയി പോകും. അത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എന്താക്കാം, ഇൻസേർട്ടും ഡിലീറ്റും ചെയ്യാം. അല്ല അതിന്റെ ഫോർമൽ മെത്തേഡിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സെല്ലിന്റെ മുകളിലാണ് കിട്ടേണ്ടത് അവിടെ ജസ്റ്റ് കർസർ വെക്കാം, ദെൻ ഇൻസേർട്ട് ഷീറ്റ് റോ കൊടുക്കാം. അതേപോലെ ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റിൽ ഷീറ്റ് റോ കൊടുത്താൽ ആ റോ ഡിലീറ്റ് ആകും പോകും. ഇതേ മാനറിൽ നമുക്ക് എന്താകാം, ഇൻസേർട്ട് ഷീറ്റ് കോളം അതേപോലെ ഡിലീറ്റ് ഷീറ്റ് കോളം. ഇനി നമുക്ക് ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമുക്ക് ഇതിൽ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുക. കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് രണ്ട് നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്യണമെന്ന് കൂട്ടിക്കോളൂ. ഇപ്പൊ ഈ 10, 20 ഈ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്തൊരു ആൻസർ എന്താണ് ഇവിടെ കിട്ടാം. അപ്പൊ നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താക്കാം, ഇവിടെ തന്നെ ആ ഇക്വേഷൻ കൊടുക്കാം. എന്ത് ചെയ്താൽ മതി, നമ്മളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് കൊടുക്കുക, ഒരു ഇസ് കൊടുക്കുക. ഈ ഇസ് കൊടുത്താൽ പിന്നെ എന്താ, നമ്മൾ ബാക്കിയായിട്ട് ടൈപ്പ് ചെയ്യുന്നത് ഒരു ഫോർമുലയാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് എന്താകാൻ പറയാം, ഒരു ഇക്വേഷൻ ആണെന്ന് പറയാം. എന്നിട്ട് ജസ്റ്റ് ഈ ഇസ് കൊടുത്താൽ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ, ആ സെല്ലിന്റെ നെയിം ആയിരിക്കും ഇവിടെ വരിക. 10 സെലക്ട് ചെയ്തു, കീബോർഡിൽ പ്ലസ് ഐക്കൺ കൊടുത്തു, 20 സെലക്ട് ചെയ്തു, ദെൻ എൻ്റർ കൊടുത്ത് എന്ത് വരും, അതിന്റെ ആൻസർ അവിടെ വരും 30. ഇപ്പൊ കോളം ആയതുകൊണ്ട് എന്തായി, ഓട്ടോ ഫില്ല് വന്നു മാത്രം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നാൽപ്പത്, 50 ഈ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്തൊരു സംഖ്യ എന്താണ് താഴെ വരണമെങ്കിൽ ജസ്റ്റ് ഇസ് ഈക്വൽ ടു കൊടുത്തു, 40 നിന്ന് സെലക്ട് ചെയ്തു, പ്ലസ് കൊടുത്തു, 50 സെലക്ട് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇക്വേഷൻ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ പ്രസ് ചെയ്യാം. എന്ത് വരും, അതിന്റെ ആൻസർ അവിടെ വരും. ഇതേപോലെ നമുക്ക് മാത്സിലെ ഏറെക്കുറെ എല്ലാ ഫംഗ്ഷൻസും ചെയ്യാം. പ്ലസ്, മൈനസ്, ഡിവൈഡ് ബൈ, മൾട്ടിപ്ലിക്കേഷൻ ഏത് വേണമെങ്കിലും എന്താകാം നമുക്ക് ചെയ്യാം. ഇപ്പൊ 50/40 കിട്ടണം, 50/40 കിട്ടണമെങ്കിൽ ഇസ് ഈക്വൽ ടു കൊടുത്തു, 50 സെലക്ട് ചെയ്തു, ഡിവൈഡ് ബൈ കൊടുത്തു, 40 സെലക്ട് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു, 50/40 കിട്ടും. 50 ഇൻറ്റു 40 കിട്ടണം, ഇസ് ഈക്വൽ ടു മറക്കരുത് കേട്ടോ. നമ്മൾ എന്തൊരു ഇക്വേഷൻ ഒന്നുകൂടി പറയാം, ഇക്വേഷൻസോ ഫോർമുലാസോ ഒക്കെ എന്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, ഇസ് ഈക്വൽ ടു ആയിരിക്കണം. ദെൻ 50 ഇൻറ്റു കൊടുത്തു, 40 എൻ്റർ കൊടുത്ത് എന്ത് വരും, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരും. അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ഇവിടെ ചെയ്യാം. പ്ലസ്, മൈനസ്, അതേപോലെ ഡിവൈഡ് ബൈ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഇതേ ഒരു സംഭവമാണ് ഇവിടെ ഓട്ടോ സമ്മ് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത്. സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, എക്സലില് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫങ്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സ്, അതേപോലെ മിൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ എക്സലിൽ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക? അപ്പൊ ഫസ്റ്റ് സം ഫംഗ്ഷൻ. ഈ സം ഫംഗ്ഷൻ എന്തിനാ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ, ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ്, ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് എന്റെ കയ്യിലുണ്ട്. ആ നമ്പേഴ്സിന്റെ ടോട്ടൽ എത്രയാണ്, ആ നമ്പേഴ്സ് ഒക്കെ തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ എത്രയാണ് കിട്ടുക എന്നത് കണ്ടുപിടിക്കാനാണ് ഇത് ഉപയോഗിക്കാം, ഈ സമ്മ് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് എനിക്കിവിടെ കുറെ സംഖ്യകൾ ഉണ്ട് അല്ലെ, 40, 50, 90, 1.25, 2000 കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ഒക്കെ തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ എത്രയായിരിക്കും കിട്ടുക എന്ന് എനിക്ക് അറിയണം. എന്ത് ചെയ്താൽ മതി, സമ്മ് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പൊ ഈ സമ്മ് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാം, ഫസ്റ്റ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കുക, ദെൻ സമ്മ് എന്ന് ടൈപ്പ് ചെയ്യാം, SUM. അപ്പൊ ഇവിടെ കാണാൻ പറ്റും സം ഫംഗ്ഷൻ വരുന്നത്. ആ സം ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും, ആഡ് ദ നമ്പേഴ്സ് ഇൻ എ റേഞ്ച് ഓഫ് സെൽസ്. അപ്പൊ ആ സം ഫംഗ്ഷൻ അടിച്ചതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ടാബ് പ്രസ് ചെയ്യാം. രണ്ടിൽ ഏതൊരു ഒന്ന് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 9 പ്രസ് ചെയ്താൽ മതി. അപ്പൊ എന്താ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ ടാബ് പ്രസ് ചെയ്യാം, അപ്പൊ എന്താവും, അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത പിന്നെ കാണുന്നത് കണ്ടോ, സമ്മ്, നമ്പർ 1, നമ്പർ 2. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, സിൻടാക്സ് എന്ന് പറയാം. ഈ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഫോർമുല ഉപയോഗിച്ചാലും ആ ഫോർമുല എന്തൊക്കെ ഇൻപുട്സ് ആണ് വേണ്ടത്, എന്തൊക്കെ ഇൻപുട്ട് വാല്യൂ കൊടുത്താലാണ് നമുക്ക് റിട്ടേൺ കിട്ടുക, റിട്ടേൺ മീൻസ് ആൻസർ കിട്ടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സിൻടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ സമ്മ് പറഞ്ഞ സിൻടാക്സിൽ എന്തേ ഉള്ളൂ, നമ്പേഴ്സേ ഉള്ളൂ, നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഓരോ നമ്പേഴ്സ് ആയി സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഓരോന്നാരായാലും സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്താ മതി, റേഞ്ച് അങ്ങനെയായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. 40 അങ്ങനെ റേഞ്ച് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഷിഫ്റ്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുക്കാം. എന്ത് വരും, അതിന്റെ സമ്മ്, ടോട്ടൽ അമൗണ്ട് ഇവിടെ വരും. അപ്പൊ എന്താ ഞാൻ ചെയ്തത്, ഇസ് ഈക്വൽ ടു കൊടുത്തു, സമ്മ് ടൈപ്പ് ചെയ്തു, ടാബ് കൊടുത്തു.
എന്നിട്ട് ഈ നമ്പേഴ്സ് ഫുൾ അങ്ങ് സെലക്ട് ചെയ്തു. ഏതൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് ഫുള്ള് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. എന്ത് വരും? അതിന്റെ ടോട്ടൽ എമൗണ്ട് വരും. ഇതേപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ആവറേജും കണ്ടുപിടിക്കാം. അഥവാ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് എമൗണ്ട് എത്രയാണ്? അതിന്റെ ആവറേജ് എത്രയാണ്? സിമ്പിൾ ആയിട്ട് എന്തടിക്കുക? ഈസ് ഈക്വൽ ടു കൊടുത്തു, ആവറേജ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ കാണാം റിട്ടേൺ ദ ആവറേജ് നമ്പർ ഓഫ്, റിട്ടേൺ ദ ആവറേജ് നമ്പർ എന്താ റിട്ടേൺ വരാനാണ്. അപ്പൊ ആവറേജ് ടൈപ്പ് ചെയ്തതിനു ശേഷം ടാബ് പ്രസ് ചെയ്തു, നമ്പേഴ്സ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്ത് എന്ത് വരും? ആവറേജ് വരും. അതേപോലെ നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കൗണ്ട്. ഈ കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റേഞ്ച് സെലക്ട് ചെയ്തു, കുറെ ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് സെല്ലുകളിൽ എത്ര ന്യൂമറിക് വാല്യൂസ് ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ കൗണ്ട് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഈ ഒരു റേഞ്ചിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 40 ഒരു നമ്പറാണ്, 50 ഒരു നമ്പറാണ്, 90 ഒരു നമ്പറാണ്, അല്ലെ? അങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അങ്ങനെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് കൗണ്ട് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പൊ ഈസ് ഈക്വൽ ടു കൗണ്ട് എന്ന് കൊടുത്തു. കൗണ്ട് ദ നമ്പേഴ്സ് ഓഫ് എ സെൽ ഇൻ എ റേഞ്ച്. ഒരു റേഞ്ചിലുള്ള സെല്ലുകളുടെ നമ്പർ എത്ര എണ്ണമാണ്? ടാബ് പ്രസ് ചെയ്യാം. ആ റേഞ്ച് അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആ റേഞ്ച് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇവിടെ മൊത്തം 8 നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് എന്താവും? റിട്ടേൺ വന്നു. ഇതേപോലെ മറ്റൊരു ഫംഗ്ഷൻ ആണ് മാക്സ്. മാക്സ് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് മാക്സ് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇപ്പൊ ഈ ഒരു റേഞ്ചിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു മാക്സ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ടാബ് പ്രസ് ചെയ്യാം. ഈ റേഞ്ച് അങ്ങനെ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്ത് എന്ത് വരും? ആ റേഞ്ചിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇതിപ്പോ എന്തിനാണ് ഇപ്പൊ മാക്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കൗണ്ട് കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന്. കാരണം ജസ്റ്റ് എണ്ണി നോക്കിയാൽ പോരെ, മതി. പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മൾ എക്സലിൽ എങ്ങനെയാണ് വലിയ വലിയ ഡാറ്റ റേഞ്ചസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. അപ്പൊ ഇതൊരു 8 ഉള്ളൂ. ഇൻ കേസ് ഇവിടെ 200 250 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഈ മാക്സ് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചു, എന്നിട്ട് ആ റേഞ്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ കൊടുത്താൽ മതി. നമ്മൾ ഇരുന്ന് തിരയേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഏറ്റവും ചെറിയ എമൗണ്ട് കണ്ടുപിടിക്കാനാണ്, ഒരു റേഞ്ചിലെ ഏറ്റവും ചെറിയ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് മിന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇസ് ഈക്വൽ ടു മിന്ന് ടാബ്. ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പൊ ആ റേഞ്ചിൽ എന്തോ ഏറ്റവും ചെറിയ എമൗണ്ട് അവിടെ വരും. റിട്ടേൺ വരും. റിട്ടേൺ മീൻസ് ആൻസർ ആയിട്ട് വരും. അപ്പം ബേസിക് ആയിട്ട് കുറച്ച് ഫംഗ്ഷൻസ് ആണ്, ഫോർമുലാസ് ആണ് പറഞ്ഞത്. ഒന്ന് സം എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സിന്റെ ടോട്ടൽ സം എമൗണ്ട് കണ്ടുപിടിക്കാനാണ് സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ആവറേജ് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് എമൗണ്ട് എത്രയാണ്. കൗണ്ട് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ എത്ര ന്യൂമറിക് വാല്യൂസ് ഉണ്ട്. മാക്സ് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്. മിൻ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ബേസിക് ഫംഗ്ഷൻ ആയിട്ടുള്ളത്. ഈ ബേസിക് ഫംഗ്ഷൻസ് ഒന്ന് ചെയ്തു നോക്കട്ടെ എല്ലാവരും. ഓക്കെ.